എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താ അറിയോ, ഇൻട്രോവേർട്സ് ആയ ആളുകളെ ഇപ്പോഴും കളിയാക്കുന്ന ആളുകളുണ്ട്. എന്ത് കാര്യത്തിന്? ഒരാൾ ഇൻട്രോവേർട്ട് ആകുന്നതിൻ്റെ പിറകിലും എക്സ്ട്രോവേർട്ട് ആകുന്നതിൻ്റെ പിറകിലും വ്യക്തമായ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ജനിച്ചു വീഴുമ്പോൾ തന്നെ ആരും ഇൻട്രോവേർട്സ് ആയിട്ട് ജനിക്കുന്നില്ലല്ലോ, എക്സ്ട്രോവേർട്സ് ആയിട്ടും ജനിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്തോ വലിയ കാരണങ്ങളും കാര്യങ്ങളും നടന്നിട്ടുണ്ടാകണം. ഇവർ വളർന്നു വരുന്ന സാഹചര്യം, ചൈൽഡ്ഹുഡിൽ ഒരുപാട് കാര്യങ്ങൾ, മേ ബി ഇവർ അനുഭവിച്ച ട്രോമാസ്, ഇതൊക്കെ കൊണ്ടാവും ചിലപ്പോൾ ഇവർ ഇൻട്രോവേർട്സ് ആയി മാറിയത്. അല്ലാതെ അതൊരു കുറ്റോ കുറവോ ഒന്നുമല്ല. അവർ അവരുടേതായ ഒരു സ്പേസിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. ഇത് കാണുന്ന ബാക്കിയുള്ളവർക്കാവും ചിലപ്പോൾ പ്രശ്നം, ഓർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതുമല്ല, ഒരാൾ എക്സ്ട്രോവേർട്ട് ആകുന്നത് അയാളുടെ ക്വാളിറ്റി കൊണ്ടും ഒരാൾ ഇൻട്രോവേർട്ട് ആകുന്നത് അയാൾക്ക് തീരെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടും ഒന്നല്ല. ഈ രണ്ടു പേർക്കും അവരുടേതായ ഒരു ലൈഫുണ്ട്. അവർ രണ്ടുപേരും ആ ലൈഫിൽ ഹാപ്പി ആവും. പക്ഷെ അതേ സ്ഥാനത്ത് ഇൻട്രോവേർട്സ് ആയ ഒരുപാട് ആളുകൾക്ക് എക്സ്ട്രോവേർട്ട് ആകണം എന്നുണ്ട്. അതേപോലെ എക്സ്ട്രോവേർട്ടായ ഒരുപാട് ആളുകൾ പിന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൈവറ്റ് സ്പേസ് വേണം, ഇത്രയ്ക്ക് എല്ലാവരോടും കമ്പനി ആവണ്ട, അല്ലെങ്കിൽ ഇത്രയ്ക്ക് എല്ലാവരോടും ഓപ്പൺ ആവണ്ടെന്നൊക്കെ. ഇത് രണ്ട് കൂട്ടരും ചിന്തിക്കാറുണ്ട്. എല്ലാവരും അല്ല, ബട്ട് കുറച്ച് പേരെങ്കിലും ചിന്തിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒന്നും നിൽക്കേണ്ട യാതൊരു കാര്യമില്ല. അത് അവരുടെ ഹാപ്പിനെസ്സിൽ അവർ ജീവിക്കുന്നു. അത് അവരുടെ ചോയ്സാണ്, അവരുടെ ലൈഫാണ്.